എല്ലാവരും ഉറ്റുനോക്കിയ വലിയ സംവാദമായിരുന്നു. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുകയാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ. തൗറാത്തും ഇഞ്ചീലും ബൈബിളും വായിച്ച് നസ്രാണി കൂട്ടരെ മുട്ടി കുത്തിച്ചോവർ ഇവരെ ദൈവത്താലാം റാഹിബമുണ്ടക്കൽ ഇസ്ലാമിൽ വന്നെത്തി ഇബ്രാഹിമായോവർ. ശംസുലമയുടെ പേരിലുള്ള ഈ പദ്യത്തിൽ ഇങ്ങനെ കാണാം എൻ്റെ പ്രിയപ്പെട്ടവരെ. തൗറാത്ത് അറിഞ്ഞിരുന്ന മഹാപണ്ഡിതനാണ് ശൈഖുനാ. ഇഞ്ചീൽ അറിഞ്ഞിരുന്ന മഹാപണ്ഡിതനായിരുന്നു ശൈഖുനാ. എല്ലാ ഭാഷകളും അറിയും. ബൈബിളിന്റെ എല്ലാ രണ്ടാമത്തെ പതിപ്പും അവർ മാറ്റിയതും പഴയതും പുതിയതുമെല്ലാം കൃത്യമായി എല്ലാം അറിയുന്ന വലിയ ഉന്നതമായ വിദ്യാഭ്യാസത്തിന്റെ ഉടമയായിരുന്നു. എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്തിരുന്ന മഹാമനീഷിയായിരുന്നു ശംസുൽ ഉലമാ. بشارة مركز الجاري لنصراني بمنجري تردد تحت أمداري بشمس العلماء لله صل صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لما جمعوا أكابرهم بمكتره أكاذبهم فقابلهم وألزمهم فشمس العلماء لله. ഈ ചരിത്രങ്ങളൊക്കെ എൻ്റെ വന്ദ്യനായ ഗുരുവര്യനായ ബഹുമാനപ്പെട്ട ശൈഖുനാ അബൂബക്കർ ഫൈദി ഉസ്താദ് കൊടുവള്ളി എഴുതിയ മൗലീദ് കിതാബിലൊക്കെ കാണാം. അതേപോലെ തന്നെ ശൈഖുനയുടെ ചരിത്രങ്ങൾ കാണാം, കറാമത്തുകൾ കാണാം. സൂക്ഷ്മജ്ഞാനിയായിരുന്ന സൂഫി വര്യനായ അരിമ്പ്ര ഉസ്താദ് രചിക്കപ്പെട്ട മൗലീദ് കിതാബിലും ഒരുപാട് അത്ഭുതങ്ങൾ കാണാം. അങ്ങനെ മഞ്ചേരിയിൽ വെച്ചുകൊണ്ടോ വലിയ സംവാദത്തിലേക്ക് കടന്നു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ജോൺ മുണ്ടക്കലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അവസാനമായി ശൈഖുനയോടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അവിടെ നേതൃത്വം നൽകുന്ന ശൈഖുനയുടെ മുനയൊടിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാ. അമ്പിയാക്കളുടെ അനന്തരാവകാശികളല്ലേ നിങ്ങളൊക്കെ? ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അതേ എന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അമ്പിയാക്കന്മാർക്കുള്ള കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാ, അവരൊക്കെ മരിച്ചവരെ ഹയാത്താക്കിയിരുന്നല്ലോ. അതെ, എന്നാൽ അതിന്റെ അവകാശികളായ ആലിമീങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമല്ലോ. എന്നാൽ ഞങ്ങളൊരു ബോഡി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ഡെഡ് ബോഡി, മരിച്ച ബോഡി ഒരു മയ്യത്തിന് കൊണ്ടുവരട്ടെയോ? ഒരു മിനിറ്റ് പൂർത്തിയായില്ല. ശൈഖുന അല്പസമയം തല താഴോട്ടേക്കിട്ടോ. അങ്ങനെ ആത്മീയമായി ചരിത്രത്തിൽ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവ് അവിടത്തേക്ക് ഇറങ്ങിയെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ മാലയിലും അതുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങൾ ഹാദിറാകുന്നവർ എന്നുള്ള ആ ബൈത്തുകളിലൂടെ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ശൈഖുനാന്റെ അരികിലേക്ക് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവ് കടന്നു വന്നു എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ കടന്നു വന്നതുപോലെ ശൈഖുന ഉത്തരം പറഞ്ഞു, കൊണ്ടുവാടാ, ഇവിടത്തേക്ക് മരിച്ച ബോഡിയെ കൊണ്ടുവാ, ഞാൻ ജീവൻ നൽകി തരാം, ഞാൻ ജീവിപ്പിച്ചു തരാം. ശൈഖുനാ
ഖുർആന്റെ മറുപടി കേൾക്കേണ്ട താമസം എല്ലാം പൂട്ടിക്കൊണ്ട് പാതിരിമാർ തോറ്റോടുകയാണ് പ്രിയപ്പെട്ടവരെ. അതിലൂടെ ജോൺ മുണ്ടക്കൽ എന്ന അന്നത്തെ അവരുടെ നേതൃത്വത്തിലെ മുഖ്യ രക്ഷാധികാരിയായിരുന്ന ജോൺ മുണ്ടക്കൽ ഇസ്ലാമിന്റെ ശാന്തരമായ തീരത്തേക്ക് ശൈഖുനയുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവസാനം ഇബ്രാഹിമായല്ലോ. ഒരുപാട് വേദികളിൽ സമസ്തക്ക് വേണ്ട അദ്ദേഹം പ്രസംഗിച്ച് നടന്നിട്ടുണ്ട്. ഈ അടുത്ത് 1 വർഷമോ അതല്ലെങ്കിൽ 1.5 വർഷത്തിന് മുമ്പോ ആണ് അദ്ദേഹം വഫാത്തായത്. ആരെ കൊണ്ടാ ഇസ്ലാമിലേക്ക് വന്നത്? ആരാ നേതൃത്വം നൽകിയത്? എത്ര മുസ്ലിം കുടുംബങ്ങളാണ് രിദ്ദത്തിന്റെ വഴിയിൽ നിന്ന് ഇസ്ലാമിന്റെ ശാന്തനമായ തീരത്തേക്ക് കടന്നു വന്നത്? അത് കാരിരുമ്പിന്റെ ശക്തി പോലെ, പാറ പോലെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എല്ലാ വിജ്ഞാനങ്ങളും കരഗതമാക്കിക്കൊണ്ട് 18-ാം വയസ്സിൽ തന്നെ കർമ്മശാസ്ത്ര നഭോമണ്ഡലത്തിൽ ജ്വലിച്ചു നിന്ന് ഷാഫി മദ്ഹബിലെ ഫത്വ നൽകാൻ യോഗ്യനായ സമസ്തയെ 40 വർഷത്തോളം ജനറൽ സെക്രട്ടറിയായി നയിച്ചു പോയ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന, ലോകത്തെ ആലിമീങ്ങൾ വിളിച്ചല്ലോ, അദ്ദേഹം കേരളത്തിന്റെ പണ്ഡിതനല്ല, അദ്ദേഹം ഇന്ത്യയുടെ പണ്ഡിതനല്ല, അദ്ദേഹം ലോകത്തിന്റെ പണ്ഡിതനാണ്. അതാണ് ശംസുൽ ഉലമാ, അതാണ് ശംസുൽ